ആത്മാർത്ഥതയും ആത്മാഭിമാനവുമുള്ള രാപ്പകൽ കൊടിയ സമ്മർദ്ദത്തിൽ ചോര നീരാക്കുന്ന പോലീസുകാർ ഇല്ല എന്നല്ല. അത്തരക്കാർക്ക് പോലും കളങ്കമായി അടിക്കടി ഉണ്ടാകുന്ന വീഴ്ചകളുടെ കാക്കത്തൊള്ളായിരം ഒറ്റപ്പെട്ട സംഭവ പരമ്പരകൾ രാഷ്ട്രീയ ചർച്ചയാകുമ്പോഴുള്ള ആചാരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഒരു മുന്നറിയിപ്പ്, DGPയുടെ സർക്കുലർ. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലിറങ്ങിയൊരു ഇണ്ടാസിലും വെണ്ടയ്ക്ക വലുപ്പത്തിൽ എന്തിനു വേണ്ടി കയറ്റിവെച്ചൊരു വാക്കുണ്ട്, സ്ത്രീ സുരക്ഷ. ആ സർക്കുലറൊക്കെ കുനുകുനാന്നരിഞ്ഞുപ്പിലിട്ട പന്തിരാങ്കാവ് പോലീസ് ഒരിക്കൽ കൂടി കേരളത്തിന് അപമാനമാകുന്ന ധാർമ്മിക രോഷത്തിന്റെ ദിവസങ്ങളാണ്. ഒരു പ്രായം കഴിയുമ്പോൾ തൊട്ട് ചുറ്റും നിറയുന്ന ആർത്തിക്കണ്ണുകളിൽ നിന്ന് കാത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി എംടെക് വരെ പഠിപ്പിച്ച ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ചയച്ചതിന്റെ 7ാം നാൾ ആ വീട്ടിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛനും അമ്മയും പറയുന്നത് കേട്ടാൽ പെൺകുഞ്ഞുങ്ങൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും നട്ടലിലൂടെ ഇരച്ചു കയറും ഒരു വെള്ളിടി വെട്ടിയ പേടി, ഒരാധി. പൊന്നുപോലെ നോക്കി വളർത്തിയ ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ പാതിയടഞ്ഞ് മുറിവും ചതവുമായി മുഖമൊക്കെ വീങ്ങിയ ഒരു ശവം പോലെ കണ്ടു സാറേ എന്ന് കണ്ണീരോടെ പറയുന്നൊരു അമ്മയാണ്. സ്നേഹതീരമെന്ന് പേരിട്ടൊരു വീട്ടിൽ പാതിരാത്രി വലിച്ചു വാരിയിട്ടടിച്ച് പുതുക്കം തീരും മുന്നേ കുരിച്ചു നിർത്തിയിടിച്ച് ചാർജർ കേബിൾ കൊണ്ട് കഴുത്തുമുറുക്കി കൊല്ലാൻ നോക്കിയ ഒരു പെരുമ്പാതകിയെ കാക്കിയിട്ടവർ ഈ പോലീസ് നീതി പഠിപ്പിക്കുമെന്ന് വേദനിച്ച പിതാവ് കരുതിയതാണ് മഹാപരാധം. പുട്ടിന് പീരെ പോലെ സ്ത്രീ സുരക്ഷ പറയുന്ന ഒരു സർക്കാരിന്റെ പോലീസ് പഞ്ചസാര പാവ് എന്ന് പറയും മട്ടിൽ അക്രമിയെ ചേർത്ത് പിടിച്ച് ലോല വകുപ്പുകൾ ചുമത്തി നാടുകടന്ന് സുരക്ഷിതനാവാൻ സഹായിച്ചത് ജർമ്മനിക്കാരന്റെ പണക്കൊഴുപ്പ് കണ്ട് വായിൽ വെള്ളമോറിയിട്ടാണോ എന്ന് സിംഗപ്പൂരെ വിനോദയാത്ര കഴിഞ്ഞ് വന്നെങ്കിലും പെൺകുട്ടികളുടെ അമ്മമാരോട് പറയണം കേരളത്തിന്റെ പോലീസ് മന്ത്രി. നീതി എന്ന വാക്ക് കേട്ടാലറക്കുന്ന ഏമാന്മാരുടെ കാക്കിക്കരുണയിൽ നാടുവിട്ട മിടുക്കിൽ ആ പെൺകുട്ടിയെ സ്വഭാവഹത്യ ചെയ്യുന്ന രാഹുൽ ആഭ്യന്തര വകുപ്പിന്റെ മുഖത്തേക്ക് നോക്കി പല്ലൊളിച്ചപ്പോൾ നാണം കെട്ടപ്പോൾ വരുന്നുണ്ട് 6 മാസം ഉടായ്പ സസ്പെൻഷൻ, ഇന്റർപോൾ, CBI, കുറ്റവാളി കൈമാറ്റ കരാർ. മണ്ണാങ്കട്ടയാണ്. ഒരു ചുക്കും സംഭവിക്കൽ എഴുതി വെക്കണം. ആ വധശ്രമ പീഡന കേസ് അന്തരീക്ഷത്തിൽ ആവി ഇനിയൊരു ദീപ്ത സ്മരണ. അടിക്കടി ഉണ്ടാകുന്ന മര്യാദഘട്ട ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ പ്രതിരോധം തീർത്തിറങ്ങുന്നുണ്ട് സൈബർ ക്യാപ്സ്യൂൾ. പോലീസ് സേനയിൽ സംഘപരിവാർ UDF സ്വാധീനമെന്നാണ്. അധികാരത്തിന്റെ അടിമക്കണ്ണുകളെ വർഷമിട്ട് കഴിഞ്ഞിട്ടും ആ സ്വാധീനം തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും കേരളത്തിന്റെ പോലീസ് മന്ത്രിയും ലക്ഷണമൊത്ത തോൽവിയാണ്, പത്തരമാറ്റ് പരാജയം. ഒരു പെൺകുട്ടിയുടെ മൂർധാവിലിടിച്ച് കലക്കി കഴുത്തിലും ചുണ്ടിലും ചോര കല്ലിച്ച് തിടർപ്പ് കണ്ടിട്ടും അക്രമിക്ക് ദാസ്യപ്പണിയെടുത്ത വേട്ടക്കാരന്റെ പോലീസെ സ്ത്രീ സുരക്ഷയെ കഴിവേറ്റിയ കാക്കിയൂരി കല്ലായിപ്പുഴയിൽ നീട്ടിയെറിഞ്ഞ് വേറെ വല്ല പണിക്കും പോ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.